ദേശീയ തലത്തിൽ BJP വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു പൊതുബോധം വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. ഭരണകൂടം തന്നെ ഇത്തരം പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്ന ആപൽക്കരമായ ജനാധിപത്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ സ്വാതന്ത്ര്യങ്ങളും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തിന്നാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, അവനവൻ്റെ സംസ്കാരം പ്രകടമാക്കാനുള്ള അവൻ്റെ സ്വാഭാവികമായ താല്പര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തെ ബാധിക്കാത്ത ഏതു സ്വാതന്ത്ര്യവും പൗരന് പരിരക്ഷിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന ഭരണഘടനാ താല്പര്യത്തെ തകർത്തുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം മിണ്ടാനും പറയാനും സഞ്ചരിക്കാനും ആഹരിക്കാനുമുള്ള അവകാശം വകവെച്ചു കൊടുക്കുന്ന, പൗരത്വം പോലും അതിന് വിധേയമായി മാത്രം നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP ഗവൺമെൻറ്റിനെതിരെ ദേശീയ തലത്തിൽ ഒരു വലിയ വികാരം ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി SDPയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നയം രാജ്യത്തെ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുപാട് കുറവുകൾ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്ന് ബോധ്യമുള്ളപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കുക എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്ത് 2 മുന്നണികളാണുള്ളത്. 2 മുന്നണികളും ഞങ്ങളിപ്പോൾ ദേശീയ തലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുകയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ വ്യാപകമായി അത്തരമൊരു മത്സരം ഒരുമിച്ച് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധമായൊരു ചേരി ശക്തിപ്പെടണമെന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു പൊതുബോധം വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല. കേരളത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി 18 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല. അങ്ങനെ പ്രചരണവും പങ്കാളിത്തമൊന്നും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ്. ഒരു BJP വിരുദ്ധമായ ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ചർച്ച വന്നപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ അത്തരം ഒരുമിച്ച് പോകുന്ന ദേശീയ തലത്തിൽ ഒരുമിച്ച് പോകുന്ന മുന്നണികളാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ UDFനെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചത്. അതോടൊപ്പം അതിന് 2 രാഷ്ട്രീയ ന്യായങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ജാതി സെൻസ് നടപ്പിലാക്കുമെന്ന കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ദേശീയ തലത്തിൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് SDP. ജാതി സെൻസസ് ഒരു പ്രധാന സംഗതിയാണ്, സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ്. അത് രാജ്യത്തുണ്ടാകേണ്ടതുണ്ട്. അത്തരം ചില കാര്യങ്ങളോട് നമുക്ക് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഇത്തരം പശ്ചാത്തലങ്ങളാണ് ഇത്തരമൊരു നിലപാടിൻ്റെ ന്യായം. നമ്മൾ അങ്ങനെ ഒരു ധാരണയൊന്നും അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിതൊന്ന് ഇങ്ങനെ നിലപാട് പറയുന്നു. ഇനി അവരാണ് ഇത്തരം കാര്യത്തോട് സമീപനം സ്വീകരിക്കേണ്ടത്. നമ്മൾ അവരെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ്, SDPയുടെ രാഷ്ട്രീയ നിലപാടാണ്.